യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടവരട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ സമയം, പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത ഈ സമയം, ദൈവത്തിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണിത്. എൻ്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന സമയമാണിത് എന്നു തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടാകും. ഓരോ പ്രാർത്ഥനയും ദൈവം ഏറ്റെടുക്കും. ഒരിക്കലും മനസ്സ് വിഷമിച്ചു പോകരുത്, മനസ്സ് വേദനിക്കരുത്. നല്ല പ്രതീക്ഷയോടെ ഇരിക്കുക. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരു കാലത്ത് ഒത്തിരി പേർ വചനം കേൾക്കുമായിരുന്നു. ചിലരെങ്കിലും ഇപ്പോൾ കേൾക്കുന്നുണ്ടാകില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം മുടങ്ങാതെ അന്നും ഇന്നും എന്നും കേൾക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഒരുപാട് പേർക്ക് ദൈവ ശുശ്രൂഷ പോലെ അയച്ചു കൊടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അയച്ചു കൊടുക്കുന്ന വചനം ഒരു സമ്മാനമാണ്. പരസ്പരം ദൈവനാമത്തിൽ കൈമാറുന്ന സമ്മാനമാണ്. അതിനകത്തൊരു വെളിച്ചമുണ്ട്. അതൊരു മനുഷ്യൻ്റെ ജീവിതവും സ്വപ്നങ്ങളും ഇരുട്ടിലാഴ്ത്തുന്ന, ഇരുട്ടിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്ന ഒന്നല്ല. അതേതിരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കയറാനുള്ള ഒരു ശക്തിയാണ് അതിലുള്ളത്. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെയാണ്. അവിടെ നിൽക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നവരാണ്. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ വരുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് പറയണം, കർത്താവേ, അങ്ങയുടെ പരമമായ ശക്തിയിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ഒന്ന് പറയുമോ? ദൈവമേ, അങ്ങയുടെ പരമമായ ശക്തിയിൽ, അങ്ങയുടെ വചനത്തിൻ്റെ പരമമായ ശക്തിയിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആശ്രയിച്ചാൽ 8-ാമത്തെ വാക്യം, ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ പല വിധത്തിലും ഞെരുക്കപ്പെടുന്നു. ഞങ്ങളെ പലരും സാഹചര്യങ്ങളും പ്രതിസന്ധികളും വല്ലാതെ ഞെരുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തകരുന്നില്ല. ദൈവത്തിൻ്റെ ശക്തിയിലാണോ ആശ്രയിക്കുന്നത്? പരീക്ഷണങ്ങളുണ്ടാകാം, ഞെരുക്കങ്ങളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം, ഒറ്റപ്പെടലുണ്ടാകാം, തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യമുണ്ടാകാം. ഒറ്റപ്പെട്ടു പോയല്ലോ, ഒറ്റയ്ക്കാണല്ലോ, ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. സർവശക്തനായ ദൈവത്തിൻ്റെ പരമമായ ശക്തിയിലാണോ ആശ്രയിക്കുന്നത്? ഇത് സംഭവിക്കും. ഞെരുക്കപ്പെടുന്നു, സത്യവാ, എങ്കിലും തകർക്കപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം ഒന്നും കൂടെ പറയട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തകർന്നു പോവുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും, ഇനി എത്ര പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഞെരുക്കമുണ്ടെങ്കിലും തകരുകയില്ല. വിശ്വസിച്ച് രണ്ടാമത് പറഞ്ഞ്, ഞാൻ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലൊരു തകർച്ച വരാൻ ദൈവം സമ്മതിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലൊരു തകർച്ച വരാൻ ദൈവം സമ്മതിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ, സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ ഒരു തകർച്ച വരാൻ ദൈവം സമ്മതിക്കുകയില്ല. അടുത്തത്, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. വിഷമിപ്പിക്കുന്നു, പലതും നമ്മളെ വിഷമിപ്പിക്കും.
പ്രതീക്ഷിച്ചതുപോലെ നടക്കാത്ത കാര്യങ്ങൾ, നമ്മളോട് പറഞ്ഞ വാക്കുകൾ, നോക്കിയ നോട്ടം, പറഞ്ഞ വാക്ക് നമ്മളെ വിഷമിപ്പിച്ചു. എന്താണാവോ അങ്ങനെ പറഞ്ഞത്? എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ. വിഷമിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, നിരാശരാവുകയില്ല. ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ പരമമായ ശക്തിയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ നിരാശരാവുകയില്ല, ഭഗ്നാശരാവുകയില്ല. 9-ാമത്തെ വാക്യം, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല, വെല്ലുവിളികളില്ലെന്നല്ല, കഷ്ടതയില്ലെന്നല്ല, പക്ഷേ അവിടെയൊക്കെ ഞങ്ങൾ മറികടന്ന് പോകുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ പരമമായ ശക്തിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ആശ്രയിക്കുന്നത്, നിൽക്കുന്നത്. നശിപ്പിക്കപ്പെടുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടില്ല. അപ്പോൾ മണ്ടുവെന്ന് വാക്കുണ്ട് ഇതിനകത്ത്. തകർക്കാൻ പറ്റില്ല, നിരാശരാകില്ല, നശിച്ചു പോകാൻ സമ്മതിക്കില്ല. തകർന്നു പോകാൻ സമ്മതിക്കുകയില്ല, നിരാശരാവില്ല, നശിച്ചു പോവുകയില്ല. എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ പരമമായ ശക്തിയിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി. പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ലെന്നല്ല, എല്ലാവിധത്തിലും എന്നെഴുതിയിട്ടുണ്ട്. എല്ലാവിധത്തിലും, എല്ലാ അർത്ഥത്തിലും ഞെരുക്കപ്പെടുന്ന സമയമുണ്ട്. ജീവിത പങ്കാളി, മക്കൾ, കുടുംബം, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, അധികാരികൾ, എല്ലാവിധത്തിലും ഭയങ്കര ഞെരുക്കം. പക്ഷേയോ അവരൊക്കെ വിചാരിച്ചത് തകർന്നു പോകുന്ന, പലരും വിചാരിച്ചത് ഈ പ്രതിസന്ധിയിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നു പോകുന്ന, പക്ഷെ അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടെങ്കിലും തകർന്നു പോയിട്ടില്ല. വിഷമിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും നിരാശയൊന്നും ഉണ്ടായില്ല. പീഡിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നിയാലും പരിത്യക്തരായില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു എന്നാലും നശിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം നിൽക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ഈ 2-ാമത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം വിശ്വസിച്ചേറ്റെടുക്കണം. പലതരം പ്രതിസന്ധികളും കൊള്ളുന്ന അനുഭവങ്ങളും ജീവിതത്തിൽ കാണും. വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ കാണും. മനസ്സ് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. മനസ്സ് വിഷമിക്കുന്ന, എല്ലാം പരീക്ഷണങ്ങളാണല്ലോ, ഇതിൽ നിന്നൊരു മോചനമില്ലല്ലോ എന്ന് ചിന്തിക്കുമായിരിക്കാം. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിച്ചേ, ദൈവത്തിൻ്റെ ഒരു കടാക്ഷം ജീവിതത്തിൽ വരാനുണ്ട്. ദൈവത്തിൻ്റെ ഒരു നന്മ നിങ്ങൾ അനുഭവിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ അനുഭവിക്കും. തകർന്നു പോകുന്ന പലരും വിചാരിച്ച്, നിരാശ കയറുന്ന പലരും ചിന്തിച്ചത്, നശിച്ചു പോകുന്ന പലരും കരുതിയത്. പക്ഷെ അവർ കരുതിയതുപോലെയും പ്ലാൻ ചെയ്തതുപോലെയും ഒന്നുമല്ല നടന്നത്. ദൈവത്തിൻ്റെ അത്ഭുതമാ ജീവിതത്തിൽ നടന്നത്. ദൈവത്തിൻ്റെ കരുണയാ ജീവിതത്തിലുണ്ടായത്. ദൈവത്തിൻ്റെ സ്നേഹമാ വെളിപ്പെട്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ജൂലൈ മാസം കഴിയാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളുണ്ട്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ സ്കൂളിൽ പോകുന്ന 1-ാം ക്ലാസ് മുതൽ +2 വരെ അല്ലെ കോളേജിൽ വരെ പഠിക്കുന്ന എല്ലാ ഹോസ്റ്റലിൽ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന 15 ദിവസമാണ് ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ. കാരണം അവരുടെ സ്വഭാവ രൂപീകരണം, പരീക്ഷയൊക്കെ അടുത്ത് വരാൻ പോവുകയാണ്. പരീക്ഷയുടെ സമയത്ത് മാത്രമല്ല, നേരത്തെ തന്നെ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അപ്പോൾ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അവരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കണം. അവരുടെ പേരുകളൊക്കെ എഴുതി അയക്കണമെങ്കിൽ അയച്ചു തരണം. ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറയുവാണ്, എൻ്റെ ഒരു ബോധ്യം പറയുവാണ്. ഈ ആലയത്തിൽ ഒത്തിരി പേർ എഴുത്തയക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അയച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ അഡ്രസ്സിൽ അയക്കാം.
ഒരു പേര്, ആ പേരും അവരുടെ നിയോഗവും ഒരു സ്റ്റാപ്ലർ കൊണ്ട് പിൻ ചെയ്ത് ഒരുമിച്ച് അയച്ചു തരിക. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ വരുന്നവരും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക. നമുക്ക് ചില വിഷയങ്ങൾ, ചില വ്യക്തികളെ അവരുടെ ഫോട്ടോ വച്ചും എഴുതി വച്ചുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാണ്. പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ എല്ലാ ഇടപെടലുകളും ഉണ്ടാകട്ടെ. ഒരാൾ മദ്യത്തിലോ മയക്കുമരുന്നോ ലഹരിക്കോ ചീത്ത കൂട്ടുകെട്ടോ തെറ്റായ ബന്ധങ്ങളിലോ പോയി തകർന്നു പോകാൻ പാടില്ല. അതിനു വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. മക്കളാൽ വീട് രക്ഷപ്പെടണം. മക്കളാൽ വീട് ദൈവാനുഗ്രഹം അനുഭവിക്കണം. മാതാപിതാക്കൾക്ക് മക്കളുടെ ഐശ്വര്യം കാണാൻ ഭാഗ്യം ഉണ്ടാകണം. മക്കളുടെ ഐശ്വര്യം കാണാൻ മാതാപിതാക്കൾക്ക് ഭാഗ്യം ഉണ്ടാകണം. അതൊരു അനുഗ്രഹമാണ്. മക്കൾ നന്മയായി തീരുന്നത്, ഐശ്വര്യത്തോടെ ജീവിക്കുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ജീവിക്കുന്നത് കാണാൻ മാതാപിതാക്കൾക്ക് ഭാഗ്യം ഉണ്ടാകണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ദിവസം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെ ഓർക്കുന്നു. കടബാധ്യതയുള്ളവർ, മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവർ, ഓട്ടിസം പോലുള്ള പ്രതിസന്ധികളുള്ള കുഞ്ഞുങ്ങൾ, കടലിൽ ജോലി ചെയ്യുന്നവർ, രാത്രിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ, ബസ് ഓടിക്കുന്നവർ, ട്രക്ക് ഓടിക്കുന്നവർ, ലോറി ഓടിക്കുന്നവർ, ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവർ, ഇവനെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, കാർ ഓടിക്കുന്നവർ, സ്കൂട്ടി ഓടിക്കുന്നവർ, ബസ് ഓടിക്കുന്നവർ, ഇവരെല്ലാം ഓർത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇവരനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പഠന മേഖലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന നിങ്ങളെ ഓർക്കുന്നു. നിങ്ങളുടെ മക്കളെ ഓർക്കുന്നു. PR ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നും അതിനെയൊക്കെ മറികടക്കും. കാരണം ദൈവത്തിൻ്റെ പരമമായ ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ശക്തിയാണ് വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഗർഭിണികളായ സ്ത്രീകളെ അനുഗ്രഹിക്കണം. വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരെ അനുഗ്രഹിക്കണം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ പ്രത്യേകം സമർപ്പിച്ച് ഹാർട്ട് സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കേട്ട കാര്യങ്ങൾ സാധിക്കുന്ന എല്ലാവരെയും അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ബുധനാഴ്ച ഒരുമിച്ച് കാണുന്നത് വരെ 5:30 തന്നെ ഒരുമിച്ച് കാണാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.